സുഭാഷിതം അവതരിപ്പിക്കുന്നത് റവറന്റ് ഫാദർ വർക്കി ആറ്റുപുറത്ത്. ജീവിത വിജയം പ്രധാനമായും 3 കാര്യങ്ങൾ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. സമയം, കഴിവുകൾ, അവസരങ്ങൾ എന്നിവയാണ് അവ. സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ വിജയം. സമയത്തിൻ്റെ വിനിയോഗം നമ്മെ ആശ്രയിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഒരു ദിവസത്തിന് 24 മണിക്കൂറുകളും 1 മണിക്കൂറിന് 60 മിനിറ്റുകളുമാണ് ഉള്ളത്. എന്നാൽ എല്ലാവരും സമയം വ്യത്യസ്തമായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഉറങ്ങിയും ഉല്ലസിച്ചും അലസരായും നമുക്ക് സമയം ചെലവഴിക്കാം. എന്നാൽ സമയം നന്നായി പ്ലാൻ ചെയ്ത് നമ്മുടെ ഓരോ നിമിഷവും ഫലപ്രദമായി ഉപയോഗിക്കാം. കഴിഞ്ഞു പോകുന്ന സമയം ഒരിക്കലും തിരിച്ച് കിട്ടുകയില്ല. സമയവും തിരമാലകളും ആർക്കു വേണ്ടിയും കാത്തിരിക്കുകയില്ല എന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ. നഷ്ടപ്പെട്ട സമയം ഒഴികെ ബാക്കി എന്തിനേയും നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. ഒരു ക്ലോക്കിലെ ഓടിക്കൊണ്ടിരിക്കുന്ന സൂചി വിളിച്ചു പറയുന്നത്, ഇതാ സമയം തീർന്നുകൊണ്ടിരിക്കുന്നു, ചെയ്യാനുള്ളത് ഉടനെ ചെയ്ത് തീർക്കുക. അലസർക്കാണ് ഒന്നിനും സമയം തികയാതെ പോകുന്നത്. ധാരാളം ജോലിയുള്ളവർക്ക് എല്ലാത്തിനും സമയം കിട്ടും. ഇന്ന് ചെയ്യേണ്ട ജോലി ഇന്ന് തന്നെ ചെയ്യുന്നവൻ കഷ്ടിച്ച് വിജയം നേടും. ഇന്നലെ ചെയ്യേണ്ട ജോലികൾ ഇന്ന് ചെയ്യുന്നവൻ പരാജയപ്പെടും. നാളെ ചെയ്യേണ്ട ജോലികൾ ഇന്നേ ചെയ്ത് തീർക്കുന്നവൻ ഉന്നത വിജയം നേടും. സമയം ശരിയായി കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ സമയം നമ്മെ കൈകാര്യം ചെയ്യും. ജീവിതം ഹ്രസ്വമാണ്. വരട്ടെ എന്ന് കാത്തിരുന്നാൽ ഒന്നിനും സമയം തികഞ്ഞെന്ന് വരില്ല. മാറ്റിവെക്കപ്പെടുന്നതൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സമയം വിലപ്പെട്ടതാണ്, തിരിച്ചു കിട്ടാത്തതാണ്, ജീവിത വിജയത്തിനുള്ളതാണ്. ആയതിനാൽ നല്ല തുടക്കം ഇന്നാകട്ടെ, ഇപ്പോൾ തന്നെ ആകട്ടെ. രണ്ടാമതായി, നമ്മുടെ കഴിവുകൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിത വിജയം. എല്ലാവർക്കും കഴിവുകളുണ്ട്. ഒരു കഴിവും ഇല്ലാത്തവരായി ദൈവം ആരെയും സൃഷ്ടിച്ചിട്ടില്ല. നമുക്ക് വലിയവരാകാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന അത്രയും കഴിവുകൾ മതി. അപാരമായ അത്ഭുതകരമായ കഴിവുകളാണ് മനുഷ്യന് ലഭിച്ചിരിക്കുന്നത്. ജീവജാലങ്ങളിൽ ഏറ്റവും കൂടുതൽ കഴിവുള്ളത് മനുഷ്യനാണ്. അവൻ്റെ ബുദ്ധിയും ശക്തിയും അതിശയിപ്പിക്കുന്നതാണ്. സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാൾ എയേക്കാൾ സങ്കീർണവും മികവുറ്റതുമാണ് മനുഷ്യൻ. മനുഷ്യന് അസാധ്യമായി ഒന്നുമില്ല. മനുഷ്യൻ ലക്ഷ്യം വെച്ചതൊന്നും അവൻ നേടാതിരുന്നിട്ടില്ല. ആയതിനാൽ എനിക്ക് കഴിവുകളൊന്നുമില്ല എന്ന് ചിന്തിച്ച് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാതിരിക്കുക. പരിശ്രമത്തിലൂടെയും പരിശീലനത്തിലൂടെയും നിങ്ങളുടെ കഴിവുകൾ വളർത്തുക. നിങ്ങൾക്ക് വലിയവരാകാം. കിട്ടുന്ന അവസരങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ ജീവിത വിജയം. നല്ല അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നാൽ എപ്പോഴും നല്ല അവസരങ്ങൾ കിട്ടിയെന്ന് വരില്ല. ആയതിനാൽ കിട്ടിയ അവസരങ്ങളെ നല്ല അവസരങ്ങളാക്കുക. ഇപ്പോൾ ഞാൻ പഠിച്ചില്ല, അടുത്ത തവണ നന്നായി പഠിച്ച് പരീക്ഷ എഴുതാം. ഇപ്പോൾ ഞാൻ തയ്യാറായില്ല, അടുത്ത തവണ നന്നായി തയ്യാറായി മത്സരത്തിൽ പങ്കെടുക്കാം എന്നിങ്ങനെ ചിന്തിച്ച് കിട്ടിയ അവസരം പാഴാക്കിയാൽ പിന്നീട് അവസരം കിട്ടിയെന്ന് വരില്ല. ആയതിനാൽ വളരാനും പ്രവർത്തിക്കാനും കിട്ടുന്ന എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തുക. അവസരങ്ങൾ നമ്മെ തേടി വരില്ല, അവസരങ്ങൾ നാം കണ്ടെത്തണം. അലസതയും പരാജയഭീതിയും കാരണം എത്രയോ അവസരങ്ങളാണ് നാം പാഴാക്കിയത്. ഉത്കണ്ഠയും അശ്രദ്ധയും കാരണം എത്ര വാതിലുകളാണ് കൊട്ടി അടച്ചു കളഞ്ഞത്. മാറ്റിവെക്കലും നല്ല അവസരങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പും കാരണം എത്ര അംഗീകാരങ്ങളാണ് നഷ്ടപ്പെടുത്തിയത്. വിരലിൽ നിന്ന് തെന്നിമാറിയ എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആയതിനാൽ എനിക്ക് വിജയിക്കാനുള്ള അവസരം ഇതാണ്, ഇത് മാത്രമാണ്, ഇത് ഞാൻ പാഴാക്കുകയില്ല. സമയം, കഴിവുകൾ, അവസരങ്ങൾ എന്നിവ ഫലപ്രദമായി ഉപയോഗിച്ചാൽ വിജയം സുനിശ്ചിതമാണ്. സുഭാഷിതം അവതരിപ്പിച്ചത് റവറന്റ് ഫാദർ വർക്കി ആറ്റുപുറത്ത്.